ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അനുതാപത്തിനുള്ള ആഹ്വാനവും ശിഷ്യത്വത്തിലേക്കുള്ള ക്ഷണവുമാണ് ഇന്നത്തെ വചനഭാഗങ്ങൾ. സത്യത്തിൽ എനിക്ക് ഒരുപിടി സംശയങ്ങൾ നൽകിയ ഒരു വചനഭാഗം കൂടിയാണിത്. അതിലൊന്ന്, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന യേശുവിൻ്റെ പ്രഖ്യാപനം കേട്ട ശിഷ്യന്മാർ എന്തായിരിക്കും മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും അവർ മനസ്സിലാക്കിയത്? സൂക്ഷ്മ വായനയിൽ വിശുദ്ധ ഗ്രന്ഥം തന്നെ അതിന് ഉത്തരം നൽകുന്നു. സമയം പൂർത്തിയായി, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നത് വിരൽ ചൂണ്ടുന്നത് ദാനിയേൽ പ്രവാചകന്റെ ദൈവരാജ്യത്തെ പറ്റിയുള്ള പ്രവചനത്തിലേക്കാണ്. കാരണം മറ്റു പ്രവാചകന്മാരെല്ലാം ഒരു ദിവസം ദൈവം ഒരു രക്ഷകനെ അയക്കും, ഒരു നാൾ അവിടുന്ന് ഈ ലോകത്തെ നവീകരിക്കും, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ വരവിനെപ്പറ്റി സമയബന്ധിതമായി പ്രവചിച്ചിട്ടുള്ളത് ദാനിയേൽ പ്രവാചകൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ പ്രവചനമനുസരിച്ച് BC 6-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള 4 സാമ്രാജ്യങ്ങൾക്ക് ശേഷം, അതായത് ബാബിലോൺ, മേദോ പേർഷ്യൻ, ഗ്രീക്ക്, റോമ സാമ്രാജ്യങ്ങൾക്ക് ശേഷം വരുന്നത് ദൈവരാജ്യമാണെന്ന് പ്രവചിച്ചിരുന്നു. ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിനുണ്ടായ സ്വപ്നവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അത് വായിക്കുന്നത്. BC 587 ഇസ്രായേൽ ബാബിലോണിന്റെ അടിമത്തത്തിലായിരുന്നുവെന്ന് നമുക്കറിയാം. ആ കാലയളവിൽ ബാബിലോൺ ചക്രവർത്തിയായിരുന്ന നബുക്കദ്നേസർ ഒരു സ്വപ്നം കാണുന്നു. താൻ കണ്ട സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ തൻ്റെ രാജ്യത്തിൽ ലഭ്യമായിരുന്ന എല്ലാ ജ്ഞാനികളെയും മന്ത്രവാദികളെയും ക്ഷണിച്ചു. എന്നാൽ ആർക്കും തന്നെ അദ്ദേഹം കണ്ട സ്വപ്നം എന്താണെന്ന് പറയാൻ സാധിച്ചില്ല. ആ സമയത്താണ് ഇസ്രായേലിൽ നിന്നുള്ള ദൈവം തിരഞ്ഞെടുത്ത ദാനിയേൽ അദ്ദേഹം കണ്ട സ്വപ്നം എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്രകാരമാണ് നാം അത് വായിക്കുന്നത്: രാജാവേ, നീ വലിയ ഒരു പ്രതിമ കണ്ടു. തിളങ്ങുന്ന ആ വലിയ പ്രതിമ നിന്റെ മുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ആ പ്രതിമയുടെ ശിരസ് തങ്കം കൊണ്ടും, മാറിടവും കരങ്ങളും വെള്ളി കൊണ്ടും, വയറും തുടകളും ഓടുകൊണ്ടും, കാലുകൾ ഇരുമ്പുകൊണ്ടുമായിരുന്നു. പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നതും. നീ നോക്കിക്കൊണ്ടിരിക്കെ ഒരു കല്ല് ആരും തൊടാതെ അടർന്നു വന്ന് ബിംബത്തിന്റെ ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങളിൽ പതിച്ച് അതിനെ ഛിന്നഭിന്നമാക്കി. ഇരുമ്പും കളിമണ്ണും ഓടും വെള്ളിയും സ്വർണവുമെല്ലാം ഒന്നുപോലെ പൊടിഞ്ഞ് വേനൽക്കാലത്ത് മെതിക്കളത്തിലെ പതിരുപോലെയായി. അവയുടെ ഒരു തരി പോലും കാണാനില്ലാത്ത വിധം കാറ്റ് അവയെ പറത്തിക്കൊണ്ടുപോയി. പ്രതിമ തകർത്ത കല്ലാകട്ടെ ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്ന സ്വർണം ബാബിലോൺ സാമ്രാജ്യമായിരുന്നു. അതിനുശേഷമുള്ളത് 5-ാം നൂറ്റാണ്ടിൽ വന്ന മേദോ പേർഷ്യൻ സാമ്രാജ്യമാണ്. മൂന്നാമതായി കാണുന്നത് 4-ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് സാമ്രാജ്യമാണ്. 4-ാമതായി വന്നതാകട്ടെ റോമ സാമ്രാജ്യവും. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ യഹൂദർ റോമ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നപ്പോൾ തന്നെ ദൈവരാജ്യം സമീപസ്ഥമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്തിരുന്നു. നോക്കുക, ക്രിസ്തുവായിരുന്നു ആരും തൊടാതെ അടർന്നു വീണ കല്ല്. അത് വളർന്ന് വലിയ ഒരു പർവ്വതമായി, ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പർവ്വതമായി നിലകൊള്ളുന്നു. ആ പർവ്വതമാണ് തിരുസഭ. അതിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്നാൽ അത് വാഗ്ദാനം ചെയ്യുന്ന എല്ലാ ഫലങ്ങളും നമ്മിൽ ഉളവാകുന്നുണ്ടോ എന്നത് നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട്. ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് നാം അനുതപിക്കണം. അനുതാപം എന്നത് ഈ ലോകം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനല്ല, ഈ ലോകം പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കാനോ ജീവിക്കാനോ അല്ല. അതിനാൽ വിലാപങ്ങളുടെ പുസ്തകം പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. യോനായുടെ പ്രസംഗം കേട്ട് നിനേവെ നിവാസികൾ തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞതുപോലെ നമുക്കും തിന്മയുടെ വഴികൾ വിട്ടുപേക്ഷിക്കാം. ഒപ്പം സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കാം: സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്കു കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും, മഹാ അപരാധങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തനായിരിക്കും. ഇനി രണ്ടാമതായി, നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഈ പ്രയോഗം അവരെ ഓർമ്മപ്പെടുത്തിയത് ജെറമ്യാ പ്രവചനമായിരിക്കും. കാരണം ജെറമ്യാ ഇപ്രകാരം പ്രവചിച്ചു: ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും. അതുകൊണ്ട്
നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന ആഹ്വാനം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മനുഷ്യരെ ദൈവരാജ്യത്തിലോട്ട് അടുപ്പിക്കാനുള്ള പുതിയ പ്രവാചകന്മാരാകാനുള്ള ക്ഷണമായിരുന്നു അത്. അതുകൊണ്ടാണ് അവർ വലകളും വള്ളങ്ങളും എന്തിനേറെ സ്വന്തം പിതാവിനെ പോലും ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. നോക്കുക, ഇവർ ദരിദ്രരായിരുന്നില്ല. അവർക്ക് വള്ളങ്ങളുണ്ട്, വലകളുണ്ട്, സേവകരുണ്ട്, മാതാപിതാക്കളുണ്ട്. എങ്കിലും ദൈവരാജ്യത്തിനു വേണ്ടി തങ്ങളുടെ സുരക്ഷിതത്വമെല്ലാം വിട്ടെറിഞ്ഞ് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിളിയും പ്രത്യുത്തരവും നമ്മെ ചിന്തിപ്പിക്കണം. നമുക്കെല്ലാവർക്കും ഒരു വിളിയേയുള്ളൂ. അത് ക്രിസ്തു ശിഷ്യനായിരിക്കുക എന്നതാണ്. അത് 4 രീതിയിൽ നിറവേറ്റപ്പെടാം: കുടുംബജീവിതം, പൗരോഹിത്യം, സന്യാസം, ഏകാന്ത ജീവിതം. അതുകൊണ്ട് ഏത് ജീവിത അന്തസ്സിലായിരുന്നാലും സത്യത്തിൽ നാം എല്ലാവരും മനുഷ്യരെ പിടിക്കുന്നവരാണ്. ശ്രദ്ധിക്കുക, ഒന്നാമതായി, കടൽ ജീവൻ നൽകുന്ന ഒന്നല്ല. എന്ന് പറഞ്ഞാൽ ജീവൻ നൽകാൻ കഴിയാത്ത ഈ ലോകത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ക്രിസ്തുവിന് വേണ്ടി മനുഷ്യനെ പിടിക്കുക എന്നർത്ഥം. രണ്ടാമതായി, മീൻപിടുത്തക്കാരാണ്. അതിന് ഏറ്റവും അത്യാവശ്യം കാത്തിരിക്കാനുള്ള ക്ഷമയാണ്. മാത്രമല്ല, മീൻപിടുത്തം ഒരു സാമർഥ്യമാണ്. എവിടെ പോകണം, എവിടെ വലയെറിയണം, കാലാവസ്ഥ എങ്ങനെ എന്നതൊക്കെ അടിസ്ഥാനമാക്കി ഏത് സമയത്ത് പോകണം, എങ്ങനെ പിടിക്കണം എന്നതൊക്കെയുള്ള അറിവ് വർഷങ്ങളുടെ അനുഭവം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. ഇനി ഈ അറിവുകളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും മത്സ്യം കിട്ടണമെന്നില്ല. ഓരോ ദിവസവും എത്ര മീൻ കിട്ടുന്നു എന്നത് ദൈവാനുഗ്രഹമാണ്. അതിനാൽ ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഏത് ജീവിതാന്തസ്സിലായാലും അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ, ഏറെ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ സ്വന്തം ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ ദൈവത്തിനു വേണ്ടി നേടുന്നവരാകാൻ നമുക്ക് സാധിക്കട്ടെ. തൻ്റെ മകനു വേണ്ടി 17 വർഷത്തോളം നീണ്ട കാത്തിരിപ്പ് മോണിക്ക എന്ന അമ്മ നടത്തിയപ്പോൾ ലഭിച്ച വലിയ മത്സ്യമാണ് വിശുദ്ധ അഗസ്റ്റിൻ. അതുപോലെ നമുക്കും അനേകം മനുഷ്യരെ അവിടത്തേക്ക് വേണ്ടി നേടുവാൻ സാധിക്കട്ടെ. അതിനുവേണ്ട ക്ഷമയും സ്ഥിരോത്സാഹവും വിശുദ്ധീകരണവും നൽകി അനുഗ്രഹിക്കണമേ എന്നും, അനുനിമിഷം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ യഥാർത്ഥ ക്രിസ്തുശിഷ്യനായി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.